ഹലോ ഗൈസ്, അമ്മ സംഘടനയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് ഇന്ന് നമ്മൾ കുറേയധികം വീഡിയോസ് കുറേ വാർത്ത ഒക്കെ വാച്ച് ചെയ്തു. ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ. നമ്മളൊരു വാർത്ത കേട്ടിട്ട് ഇതിങ്ങനെയാണെന്നത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത വാർത്ത വരികയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അപ്പുറത്തൊന്നൊരു വാർത്ത വരും. ദെൻ എഗെയിൻ വേറൊരാൾ ഇരുന്നുകൊണ്ട് പറയും അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറയും. മൊത്തത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് പലരുടെ അഭിപ്രായങ്ങളിൽ കൂടെ നമുക്ക് ഏകദേശം മനസ്സിലായ ഒരു കാര്യമാണ്. സിമ്പിൾ. ആ ഒരു മേഖല തന്നെ നശിപ്പിക്കാൻ തക്കവണ്ണം പ്രാപ്തരായിട്ടുള്ള എല്ലാ അണുബോംബും കൊണ്ട് കുറേ എണ്ണം അതിനകത്ത് കുത്തി കയറിയിട്ടുണ്ട്. എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മളൊരു ഒരു കാര്യത്തിന് നമ്മൾ അലേർട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇത് മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഏതെന്ന് പറഞ്ഞാൽ കൊറോണ. ഇപ്പം ഇത് കൊറോണ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണെന്നും അത് മനുഷ്യനെ എങ്ങനെയെല്ലാം നശിപ്പിക്കുമെന്നും നശിപ്പിച്ചു കഴിഞ്ഞാൽ ശവസംസ്കാര ചടങ്ങിൽ പോലും നമുക്ക് ബന്ധുക്കൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ അതായത് പട്ടിയും പൂച്ചയൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന കണക്ക് കൊണ്ടിടേണ്ടി വരും. നമുക്ക് പരസ്പരം സഹകരിക്കാനൊക്കത്തില്ല. കാരണം ഇത് വല്ലാണ്ട് സ്പ്രെഡായി കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു അവയർനെസ് കൊടുക്കും. സോ നോബഡി വിൽ ലിസൺ. അവർക്കെല്ലാം ഇതൊരു ലൈറ്റായിട്ടുള്ള സംഗതിയാണ്. പിന്നെ കുറേ പേരുടെ ട്രോൾ ഉണ്ടാവും. ദൈവമാണോ, ദൈവം ഉണ്ടാക്കിയതല്ലേ കൊറോണ, അപ്പോൾ ദൈവം തന്നെ പരിഹരിക്കട്ടെ, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതുപോലൊരു സംഗതിയാണ് ഇപ്പോൾ അമ്മയിലേക്ക് കയറി പിടിക്കാൻ പോയിരിക്കുന്ന ആ വമ്പൻ ക്യാൻസർ. അതെന്താണെന്നറിയാമോ? അത് RSS സംഘടന കുത്തിക്കയറാൻ ശ്രമിക്കുന്നത് ഇതുപോലുള്ള കലാകേന്ദ്രങ്ങളിൽ കൂടെയാണ്. എല്ലായിടത്തും ഈച്ച് ആൻഡ് എവറി വെയർ ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഇടം തിരിഞ്ഞ് നിൽക്കുന്നോ അവരെയൊക്കെ അനുനയിപ്പിച്ച് സോഫ്റ്റനാക്കി അവരിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കൾ മീൻസ് ഇന്ന് ഡീപ്പ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ഈ ഒരു പ്രസ്ഥാനത്തിനെ പുകഴ്ത്തുന്ന കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ട് കേട്ടിട്ടുണ്ട്. മുമ്പ് കോൺഗ്രസ് ആയിരുന്നവർ ഇപ്പോൾ ഗ്രാജുവലി മാറി ഇങ്ങനെയൊന്നും ആവുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസിലാണ് ഞാനുള്ളത്. മെയിനായിട്ട് ഇസ്ലാം വിഭാഗത്തിലുള്ളവർ അതിനെ എതിർക്കുന്നു. അതിൻ്റെ ഒരു റീസൺ എന്താണെന്നറിയാമോ? ഒരു പക്ഷേ ഈ RSSകാർ ആ ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എങ്കിൽ അവരും ഇവരുടെ കെണിയിൽ വീണിട്ടുണ്ടാവുമായിരുന്നു. അത് പൊതുസമൂഹത്തിൽ നമുക്കൊരു ശത്രുവുണ്ട്, ഇന്ത്യക്കൊരു ശത്രുവുണ്ട്, അത് മുസ്ലിംസ് ആണ്, ന്യൂനപക്ഷങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് അതിൽ കൂടെ ഒരു രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമമാണ്. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു പൊട്ടത്തി ഇരുന്നുകൊണ്ടൊരു പൊട്ടത്തരം പറയുന്നുണ്ട്. ആ പൊട്ടത്തരമാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അല്ലെങ്കിൽ ഞാൻ ഈ വിഷയം എടുക്കണ്ടെന്ന് വെച്ചതാണ്. കൊള്ളത്തില്ല, സംസാരിക്കാൻ തന്നെ കൊള്ളാത്തൊരു സംഗതിയായി മാറിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ആർക്കൊപ്പം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അൻസിബയ്ക്കൊപ്പമാണ്. കാരണം അൻസിബ നിലപാടുള്ള കുട്ടിയാണ്, ശക്തമായി കാര്യങ്ങൾ പറഞ്ഞു. അൻസിബയുടെ അതർ പോർഷൻ, അതായത് ഈ സ്വർണ്ണക്കടത്ത്, പെണ്ണ് കേസ്, മീൻസ് വ്യഭിചാര കേസ്, വാണിഭ കേസ്, ഇതൊന്നും ആ കൊച്ചിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. സച്ച് ഇൻ കേസ് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് മൊത്തം ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കാൻ തക്കവണ്ണമുള്ള ന്യൂസ് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. ബട്ട് ഈ ഒരു വിഷയത്തിൽ അവൾ ഒന്ന് റിക്കവറായി വന്നാൽ മാത്രമേ ആ വിഷയത്തിലേക്ക് അവൾ ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ അവൾ ജയിക്കാൻ പാടില്ല എന്ന നിർബന്ധം ആ വിഷയവുമായി മുൻപോട്ട് വരുമെന്ന് ഭയമുള്ളവർക്കും ഉണ്ട് എന്നാണ് ചുരുക്കം. ഇത് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഒരു കോമഡി ഷോ കണ്ടുകൊണ്ടാണ് എൻ്റെ സുപ്രഭാതം ആരംഭിച്ചത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ പറയാം. രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള പടലപ്പണക്കം, ഒരു ചെറിയ തീപ്പൊരി, ഒരു ഫോൺ കോളിലൂടെയോ ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കുന്നതിലൂടെയോ തീരാവുന്ന ഒരു വിഷയം. ആ ചെറിയ തീപ്പൊരിയെ ചിലരെല്ലാം കൂടി എടുത്ത് അമ്മ എന്ന മഹാസംഘടനയുടെ നടുക്കുകൊണ്ടെന്ന് വെച്ചു. ആ ചെറിയ തീപ്പൊരിയെ വലിയ തീയാക്കി മാറ്റി ഒരു ഭരണസമിതിയെ മുഴുവൻ താഴെ ഇറക്കാൻ സാധിച്ചു. പക്ഷെ എനിക്കിപ്പോൾ ഇതൊന്നുമല്ല കോമഡിയായിട്ട് തോന്നിയത്. അതിൻ്റെ ഊർജ്ജത്തിലാവണം ഇന്നിപ്പോൾ നമ്മുടെ കേരള സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെ, നമ്മുടെ പോലീസ് വിഭാഗത്തെ മുഴുവൻ പത്രസമ്മേളനത്തിലൂടെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, സംഘടിക്കണം, ജനങ്ങളോട് സംഘടിക്കണം, പ്രതികരിക്കണം എന്നൊക്കെ ആഹ്വാനിച്ചിരിക്കുകയാണ്. എന്തായി നടക്കുന്നത്? ഈ കേരളത്തിൽ എന്തൊക്കെയായി നടക്കുന്നത്? ഇങ്ങനെ പോയാൽ ജനങ്ങൾ സംഘടിക്കും, അത് ഉറപ്പാണ്. ഈ ചക്ലാത്തി പോരാട്ടം ഇനി വേണ്ട, കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണണ്ട എന്ന് ജനങ്ങൾ അങ്ങ് തീരുമാനിക്കും. അതോടെ ഇതെല്ലാം അവസാനിക്കും. തിയേറ്ററിൽ പോയി ജനങ്ങൾ കാണാത്ത ഒരു മലയാള സിനിമയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത്. ബുദ്ധിയും വിവേകവും ഉള്ളവർ അതല്ലേ ചെയ്യേണ്ടത്. ഇവരും സുകുമാരി ചേച്ചിയും സുകുമാരൻ്റെ വൈഫായ മല്ലിക സുകുമാരി ചേച്ചിയും സെയിം വേവ് ലെങ്ത് ഉള്ളവരാണ്. കഥയറിയാതെ ആട്ടം കാണുന്ന രണ്ട് പേർ. അപ്പോൾ ഇതല്ല സബ്ജക്റ്റ്. രണ്ടുപേർ തമ്മിലുള്ള ചക്കാലത്തി പോരാട്ടം ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട
ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഒരിക്കലുമല്ല. ഇത് ചക്കാളത്തി പോരാട്ടമല്ല. ഇതിൻ്റെ യഥാർത്ഥ മുഖം എന്തെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാല പാർവതി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഞാൻ അയച്ചു തരാം ആർക്കെങ്കിലും താല്പര്യമുണ്ട്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവർ കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു ഐത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിന്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എന്റെ അനുഭവമാണ്. അദാനി ഗ്രൂപ്പിന്റെ ഒരു കാര്യം ഇവിടെ വന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്ന ആള് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയുടെ പ്രവർത്തകയാണ്, സ്ഥാപകയായ പ്രവർത്തകയായ എന്തൊക്കെയോ ഡെസിഗ്നേഷൻസ് പറയുന്നു. സോ ഹൂഎവർ ഇറ്റ് ഈസ്, ഇവരുടെയൊക്കെ പ്രശ്നം ആ BJP ഇതിനകത്തേക്ക് കുത്തിക്കയറുന്നു എന്നുള്ളതാണ്. അതൊരു സീരിയസ് ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഇപ്പം മാലാ പാർവതി പ്രതിനിധീകരിക്കുന്ന ഐ തിങ്ക് ഷീസ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യമുള്ളവർ അവിടെ അതിനകത്തുണ്ട്. ഗണേശ് കമ്മ്യൂണിസ്റ്റ്, ഇപ്പോൾ അങ്ങനെ കേരള കോൺഗ്രസ് അങ്ങനെ എന്തോ ആണ്. അയാളുടെ ഏതാണെന്നോ പാർട്ടി തന്നെ എനിക്ക് കൺഫ്യൂഷനാണ്, അതുകൊണ്ട് ഞാൻ പറയാം. പിഷാരടി കോൺഗ്രസ്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ ഇതുള്ളവർ തന്നെയാണ് അതിനകത്തുള്ളത്, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ലേഡി പറയുന്ന രീതിയിൽ 15 കോടി രൂപ, ഞാൻ 15 ലക്ഷം എന്ന് അത്രയും നാൾ വിചാരിച്ചു, 15 crore എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ എമൗണ്ട് എന്തിനാണ് അതിനകത്തേക്ക് കുത്തിക്കയറ്റുന്നത്? അപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടേമിലുള്ള ആൾക്കാരുടെ സ്വാധീന വലയത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ദെൻ ദേ ക്യാൻ പ്ലേ. ഇപ്പം ഇവരെ വിചാരം എന്താണെന്നറിയാമോ? സത്യത്തിൽ ഇവർക്ക് കേരളത്തിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പൾസ് അറിയാത്തത് കൊണ്ടാണ്. ജനങ്ങൾക്കിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ജനകീയരായി നിൽക്കുന്നവർക്ക് മാത്രമാണ് അക്സെപ്റ്റൻസ് ഉണ്ടാവുക. ഇപ്പോൾ സിനിമാ നടന്മാർക്ക് അവന്മാരുടെ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്ത് അവരെ അങ്ങനെ ചിന്തിക്കുന്ന കാലഘട്ടമൊക്കെ പണ്ടാണ്. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പോൾ അവരവരുടെ പേഴ്സണാലിറ്റിക്ക് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമ പ്രവർത്തനം കുറച്ചുകൂടെ ഡീപ്പായിട്ട് കുറച്ചുകൂടെ വിസിബിളായിട്ടുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് വരെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ഫീൽഡിലുള്ളവർക്ക് വലിയ രീതിയിലുള്ള താര ആരാധനയൊന്നും ഇപ്പോൾ കിട്ടാറില്ല എന്നുള്ളതാണ്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങാത്ത ഒരു നടന്മാരുമില്ല. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ വിമർശനങ്ങൾ നല്ല രീതിയിൽ കേൾക്കുന്നവരാണ്. ഇത് കേരളത്തിൽ നടക്കത്തില്ല. അത് മനസ്സിലാക്കാതെയാണ് അദാനി ഈ ഒരു വലിയ എമൗണ്ട് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് തള്ളിക്കയറ്റുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ദൂരവ്യാപകമായ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പെൺകുട്ടികൾ, ന്യൂ കംസ്, ഇവരൊക്കെ തന്നെ പല രീതിയിലുള്ള വാണിഭത്തിന് മൗനമായി നിൽക്കേണ്ടി വരും. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് പറയേണ്ട ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ ഇരിക്കുന്ന ശ്വേതയെ പോലുള്ളവർക്ക് മൗനം പാലിക്കേണ്ടി വരും. അങ്ങനെ ദൂരവ്യാപകമായ ഒരുപാട് പ്രോബ്ലംസ് ഇതിനകത്തുണ്ട്. ദൂരവ്യാപകമായ ഇത് മനസ്സിലാക്കിയ പെൺകുട്ടിയാണ് ആ ചെറിയ കുട്ടി, 33 വയസ്സുള്ള അൻസിബ ഹസൻ. അപ്പോൾ അവൾക്കത് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അവൾ ശക്തമായി അതിനെ എതിർത്തു. അമ്പല കമ്മിറ്റി ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് ഇവരെ ഹയർ ചെയ്യുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ അത്രയും വിറ്റുവരവ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കൺഫ്യൂഷൻ. ഈ വിറ്റുവരവെന്ന് പറയുന്ന പാവങ്ങൾ കൊടുക്കുന്ന പൈസയാണ്.
സത്യത്തിൽ അത് പോകേണ്ട കഴകക്കാരുൾപ്പെടെയുള്ള അവിടെ വർക്ക് ചെയ്യുന്ന മനുഷ്യർക്കും ആ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിനും നവീകരണത്തിനും അവിടുത്തെ ഫംഗ്ഷനും ഒക്കെയാണ്. അതിനൊക്കെയാണ് അത് ചെലവഴിക്കേണ്ടത്. അതേപോലെ തന്നെ ആ ചുറ്റുവട്ടാരത്തിൽ അത്രയും ആലംബരഹീനരായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുകയാണ് വേണ്ടത്. പകരം ഇതെല്ലാം പിടിച്ചടക്കി വെച്ച് ഈ പൈസയെല്ലാം വകമാറ്റി മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വൃത്തികെട്ട സാഹചര്യം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ മതപരമായിട്ടുള്ള കാര്യം, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഈ അൻസിബ പറയുന്ന ആ ലെവൽ, ആ പ്രോബ്ലം അവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കാതെ ഒരു വിഭാഗം ഇപ്പുറത്തിരുന്നു കൊണ്ട് ആ പെൺകുട്ടി ആക്രമിക്കുകയാണ്. എനിക്കത് പിടികിട്ടുന്നില്ല. അൻസിബ ഇപ്പോഴും വളരെ ചൈൽഡിഷായി സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചൈൽഡാണ്, എന്നാലും അവർ പറയുന്നത് നീതി നിഷേധിക്കുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ എന്നെ ഇത് അംഗീകരിച്ചില്ല, ഇതെടുത്തില്ല. യെസ്, ഓഫ് കോഴ്സ്. ഇപ്പം ഞാനും ഒരുപാട് കേസുകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യക്ഷ ദൃഷ്ടിയിൽ ഇതൊരു ക്രൈമാണെന്ന് മനസ്സിലാക്കി കേസെടുക്കാൻ സാധ്യതയുള്ള കേസുകൾ പോലും പോലീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന് ഹയർ അതോറിറ്റിയെ പോയി റിക്വസ്റ്റ് ചെയ്യും, അവർ റെക്കമെൻഡ് ചെയ്യും കേസെടുക്കാൻ. പക്ഷെ അപ്പോഴും എടുക്കാത്തവരുണ്ട്. അത് രാഷ്ട്രീയക്കാരുടെ പ്രേരിതം കൊണ്ടാണ്. പക്ഷേ കേസ് എടുക്കാൻ ഫോഴ്സ്ഫുള്ളി യെസ് എടുത്തേ മതിയാവൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽപ്പുണ്ട്. അതാണ് കോടതി. കോടതിയിൽ കോടതിയിൽ CMB ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കേസ് എടുത്തേ മതിയാവൂ. കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കോടതി നിർദ്ദേശത്തിൽ ഈ FIR വന്നു കഴിഞ്ഞാൽ അത് FIR തന്നെയാണ്. ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്, ദ സീരിയസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. കോടതി മുഖാന്തരം വരുന്ന കേസിൻ്റെ ബലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അതിന് വഴികളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്ന എൻ്റെ രത്ന ചുരുക്കം. ഇപ്പോൾ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ 2500 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മീഡിയക്കാരും അവിടെ വന്നിരിക്കും. എല്ലാവർക്കും കയറി എന്തും പ്രസംഗിക്കാം. അവർക്ക് വേണമെന്ന് തോന്നുന്നത് പബ്ലിസിറ്റി കൊടുക്കും, അല്ലാത്ത അവരുടെ അടുത്ത് കുപ്പയിലിടും. അത്രയേ ഉള്ളൂ. നമ്മൾ കൊടുത്ത പൈസ പോലും നഷ്ടപ്പെട്ടു പോകും. നോർമലി നടക്കുന്ന ഒരു സംഗതിയാണ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് വർക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വിഷയം പറഞ്ഞാൽ അതിനകത്ത് സ്ട്രോങ് ആയി നിൽക്കുക, എതിർക്കുക, ശക്തമായി നിൽക്കുക, ജോയിൻ്റായി നിൽക്കുക. ഇപ്പോൾ ഈ 15 കോടി അദാനി അവിടെ കൊടുക്കുമ്പോൾ അദാനിക്ക് ഫേവറായിട്ടുള്ള നടീനടന്മാർ ഇലക്ഷന് നിൽക്കുന്ന കണക്കൊരു ലെവൽ വരും. ഇപ്പോൾ ഇത് ഉദാഹരണം, റോബിനെയൊക്കെ ഇവർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞു. ഡോക്ടർ റോബിനെ വിലക്കെടുക്കാൻ കഴിഞ്ഞു. അഖിൽ പിന്നെ പൈസ കൊടുത്താൽ എന്തും ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള കുറേ പേരെ പൈസ കൊടുത്താണ് ഇവർ വിലക്കെടുത്തത്. ദേ നോ ദാറ്റ് ഈ ഒരു വിഭാഗത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാണകമെന്ന വിളിപ്പേര് കിട്ടുക മാത്രമല്ല, ഒറ്റപ്പെടുത്തപ്പെടും, അല്ലാണ്ട് ആക്രമിക്കപ്പെടും എന്നൊക്കെ ബോധമുള്ള മനുഷ്യരാണ്. എന്നിട്ടും പണത്തിന് വേണ്ടിയിട്ട് അവർ ആ സ്ഥാനാർത്ഥിത്വം വഹിക്കാൻ തയ്യാറാകുന്ന ഒരു ലെവലുണ്ടല്ലോ, അതാണ് പോയിട്ട് ദെയർ. ആ ഒരു സ്പെസിഫിക് പ്രശ്നമാണ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ആളുകളെ ഇറക്കുക, ഇവിടെ കൂടുതൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ ആ രാഷ്ട്രീയത്തെ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുക. അടുത്തൊരു 5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ്സിലുള്ളവർക്കൊക്കെ പണം കൊടുത്ത് അവരെയും കൂടെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ആക്കി എടുത്തു കഴിഞ്ഞാൽ അദാനി ഫുൾ സെറ്റ്. കേരളം കൂടെ വിലക്കെടുക്കാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളതാണ് തിരിച്ചറിവ്. പണം കൊടുത്തിട്ട് ആളുകളെ ഒപ്പിച്ചെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു സീരിയസ് സംഗതിയാണ്. നമ്മളിത് വളരെ സിമ്പിളായിട്ട് കണക്കാക്കുന്നു. ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ, സീരിയസ് ആണ്. ഇത് ഓരോന്നോരോന്ന് കാണാൻ നമ്മൾ ഓരോന്നെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിതിൻ്റെ ഒരു സാധ്യതയും ഇതുവരെ ഉള്ളതിൻ്റെ ഒരു വരത്തുപൊക്കമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് മറ്റ് വീഡിയോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. സീരിയസ്ലി ഞാൻ വലിയൊരു വണ്ടറിലാണ് ഉള്ളത്. ഇവരെവിടുന്നാണ് ഈ പ്ലാൻ ചെയ്ത് കയറുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊന്നും ചിന്തിക്കാത്തടത്ത് കൂടെ അവർ ആ ലൂപ്പ് ഹോളിൽ കൂടെ അവർ കുത്തി കയറുകയാണ്. എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് ബ്യൂട്ടി മാത്രമല്ലാതെ ബ്രെയിനുമുള്ള കുറച്ച് പേര് അതിനകത്തുണ്ട്. സോ നമുക്ക് കുറച്ച് വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം. ബട്ട് ഹൗലോ മുങ്ങാൻ പോകുന്ന ഒരു വള്ളത്തിൽ എത്ര നേരം അവർക്ക് കൈകൊണ്ടത് പൊത്തിപ്പിടിക്കാൻ പറ്റും? ഓൾ ടുഗദർ വിചാരിച്ചാൽ മാത്രമേ സേഫ് ആൻഡ് സെക്യൂറായി ഇത് പ്രോബ്ലം സോർട്ട് ഔട്ട് ആവുകയുള്ളൂ. സോ വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്കറിയാം, കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.